എനിക്കിന്ന് കുറച്ച് മുരിങ്ങയില കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം സാമ്പാർ ഉണ്ടാക്കേ. പക്ഷെ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയില സാമ്പാറാണ്. ഞാൻ ആദ്യമായിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്തെ എൻ്റെ ഒരുമാതിരിപ്പെട്ട ഫുഡ് റെസിപ്പീസ് എല്ലാം അമ്മയുടെ നിന്ന് കിട്ടിയിട്ടുള്ള കേട്ടോ. പിന്നെ യൂട്യൂബും എല്ലാവരും പോലെ തന്നെ. അപ്പോൾ ഇപ്പം ഞാൻ ഇവിടെയൊക്കെ വന്ന് സീഷെൽസിൽ വന്ന് എൻ്റെ നൈബേഴ്സ് എല്ലാം പല പല സ്ഥലങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ എന്താ പറയുക പല പല സ്റ്റേറ്റിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ നിന്നൊക്കെ എനിക്ക് ഒരുപാട് റെസിപ്പീസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ അമ്മയ്ക്ക് തിരിച്ച് അതുകൊണ്ട് റെസിപ്പീസ് ഷെയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു നമ്മുടെ വീട്ടിൽ ഒരുപാട് മുരിങ്ങമരം ഉണ്ടായിരുന്നു, അതെല്ലാം ഒടിഞ്ഞ് വീഴുക, തോരനും കറിയൊക്കെ വെച്ച് മടുത്ത് ഇനി എന്ത് ചെയ്യുമെന്ന് വെച്ചപ്പോൾ ഞാൻ പറയുമ്പോൾ മുരിങ്ങയില സാമ്പാർ ഉണ്ടാക്കും, നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ എന്നോട് ചോദിച്ചു റെസിപ്പി എങ്ങനെയാണ്. ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാന്ന് പറഞ്ഞു. സാധാരണ സാമ്പാർ വെക്കുന്ന പോലെ തന്നെ ഞാൻ തുവരപ്പരിപ്പ് കഴുകി എടുത്തിട്ട് കായപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ കുഞ്ഞുള്ളി ഉള്ളതുകൊണ്ട് ഞാൻ കുഞ്ഞുള്ളിയും സവാളയും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി, പച്ചമുളക്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിക്കാൻ വെക്കുവേ. ഇനി അത് വേവുന്ന സമയം കൊണ്ടേ നമുക്ക് മുരിങ്ങയില നന്നാക്കി എടുക്കാം കേട്ടോ. ഇത് മൊത്തം ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ എടുക്കുന്നില്ല, പകുതി ഞാൻ എടുത്തിട്ട് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുവേ. ബാക്കിയുള്ള മുരിങ്ങയില നല്ലതായിട്ട് വാഷ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെ, അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ച് കിടക്കും. അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ അങ്ങനെ കട്ട പിടിച്ച് കിടക്കത്തില്ല സാമ്പാറിൽ. അപ്പം പരിപ്പ് നല്ലതായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് അരിഞ്ഞു വെച്ച മുരിങ്ങയിലയും പിന്നെ കുറച്ച് ജീരകം, ഓപ്ഷനിലാണ്, എനിക്ക് ജീരകമാണ് ഇഷ്ടം, അതുകൊണ്ട് ഇട്ടിട്ട് നമുക്ക് അടിച്ചു വെച്ച് ഒന്നുകൂടി ഒരൊറ്റ വിസിൽ അടിച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ 1.5 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും 1.5 സ്പൂൺ സാമ്പാർ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ താളിക്കാനുള്ള കുഞ്ഞുള്ളിയും വറ്റൽമുളകും കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പുളിയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സാമ്പാർ താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് കുഞ്ഞുള്ളി, വറ്റൽമുളക്, കറിവേപ്പില എല്ലാം ഇട്ട് കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ച മസാലപ്പൊടികളെല്ലാം കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതും നല്ലതായിട്ട് പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമ്മൾ പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കണം. ഇനി മൊത്തം ഒഴിക്കുന്നില്ല കേട്ടോ. ഇനി ഇതിലോട്ടുണ്ടല്ലോ നമ്മൾ വേവിച്ച് വെച്ച പരിപ്പും മുരിങ്ങയിലും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പെല്ലാം നോക്കിയിട്ട് ഉപ്പും ഇട്ട് കൊടുക്കും. പിന്നെ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് തിളച്ച് എല്ലാം പാകത്തിനാണെന്ന് നോക്കി കഴിഞ്ഞിട്ട് ഞാൻ ഓഫ് ചെയ്യുവേ. ഇന്നത്തെ ഉച്ചയൂണ് ഓൾറെഡി സാമ്പാർ റെഡി ആയല്ലോ. ചോറ് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിലിട്ടിട്ടാട്ടോ വേവിക്കാൻ പോകുന്നത്. പിന്നെ ഒരു മുട്ട പൊരിച്ചുകൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്നത്തെ ഉച്ചയൂണ് റെഡിയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉച്ചയൂണാണ് ഇന്നത്തേത്. അങ്ങനെ നമ്മൾ മുട്ടയും പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ചോറെടുത്താലോ, നല്ല ചൂട് ചോറും മുട്ട പൊരിച്ചതും. പിന്നെ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ഉണക്കമീൻ ചമ്മന്തി ഉണ്ടായിരുന്നു, അത് 2 സ്പൂൺ കൂടി വെച്ചിട്ട് പിന്നെ നല്ല മുരിങ്ങയില സാമ്പാറും കൂടി ഒഴിച്ച് ഞാൻ ചോറ് കഴിക്കാൻ പോവാണേ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ.